ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഇതാ സ്കൂള് തുറക്കുകയാണ്. അപ്പോൾ ഇതാ രാവിലെ 5:45 6 മണി ആയിട്ടുണ്ട് കേട്ടോ. 5:45 കുറച്ചുകൂടി ഇരുട്ടായിരുന്നു. 5:45 ആകുമ്പോഴേക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിയും. പക്ഷേ കുറച്ചുകൂടെ ഇരുട്ടായതുകൊണ്ട് ഞാൻ വാതിൽ തുറന്നില്ല. നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് 6 മണിയൊക്കെ ആയപ്പോൾ പുറത്തോട്ട് ഇറങ്ങി പൂവൊക്കെ പറിച്ച് ഭഗവാന് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പൂവൊന്നുമില്ല അവിടെ, അപ്പോൾ ഉള്ളതൊക്കെ എടുത്തങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് തുളസിയും കുറച്ച് തെച്ചിപ്പൂവും പിന്നെ കുറച്ച് കറുക ഗണപതി ഭഗവാന് വയ്ക്കാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം കുടിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ കുറച്ച് നട്ട്സ് എന്തെങ്കിലും പിന്നെ ഡേറ്റ്സൊക്കെ എടുത്തിട്ട് അതൊന്ന് കഴിക്കും. പിന്നെ പാല് തിളപ്പിച്ച് ചായ ഇട്ടിട്ട് കുടിക്കുക ചെയ്യുക. അപ്പോൾ ഇത് ദോശമാവാണ്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പാല് വെക്കുകയാണ്. പിന്നെ മോള് എഴുന്നേറ്റിട്ടുണ്ട്, കുളിക്കാൻ പോയി. അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകണം. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതാ പാല് വെച്ച് രാവിലത്തെ ഈ ചായ ഇടുമ്പം വേറെ ആരും ഏട്ടനൊന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും മോളും മാത്രം ചായ കുടിക്കുക. അപ്പോൾ ഇതാ പാല് തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഇതാ രാവിലെ തന്നെ ചോറൊക്കെ വെക്കണം. ഇനിയിപ്പോൾ സ്കൂള് തുറന്നാൽ പിന്നെ മക്കൾക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ. അല്ലെങ്കിൽ പിന്നെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഫുഡ് പിന്നീട് ആലോചിച്ച് എന്നിട്ടൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പോൾ പക്ഷേ ഇനിയിപ്പോൾ അത് പറ്റില്ലല്ലോ. സ്കൂൾ തുറന്ന സ്ഥിതിക്ക് ഇനി മോൾക്ക് എന്തായാലും ചോറ് കൊണ്ടുപോകണം. അപ്പോൾ രണ്ടാളും ഭക്ഷണം കൊണ്ടുപോവുക ചെയ്യുക, സ്കൂളിൽ നിന്ന് കഴിക്കാറില്ല. അപ്പോൾ അത് ചായ റെഡിയായി. ഇനിയിപ്പോൾ ഇതാ ചോറ് വയ്ക്കുകയാണ്. ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കൽ. അപ്പോൾ അത് അരിയിട്ട് വെള്ളം വെച്ച് ഒരുമിച്ച് വയ്ക്കുക ചെയ്യുക. വെള്ളം തിളച്ചിട്ടല്ല കേട്ടോ അരിയിടുക. അപ്പോൾ അതങ്ങ് അരി കഴുകി ആ കുക്കറിൽ തന്നെ വെള്ളം ഒഴിച്ച് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വിസിലടിച്ചാൽ മതി. നല്ല വേവുള്ള അരിയാണെങ്കിൽ ഒരു 2 വിസിൽ. സാധാരണ വെള്ള കുറുവയൊക്കെ ആകുമ്പോൾ ഒരൊറ്റ വിസിലടിച്ചാൽ അതങ്ങ് വേവും. പിന്നെ വെള്ളം കറക്റ്റ് ആയിരിക്കണം. വെള്ളം കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാണ്, അങ്ങ് വെന്ത് പോവും. അപ്പോൾ ഇതാ അത് കുക്കർ അടുപ്പത്തേക്ക് വെച്ച് ഇനിയിപ്പോൾ അടുത്തതായിട്ട് പരിപ്പ് കറി വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് പരിപ്പും തക്കാളിയും സവാളയൊക്കെ ഇട്ടിട്ട്, അപ്പോൾ തേങ്ങയില്ല, അപ്പോൾ ഇങ്ങനെ മുളകൊക്കെ ഇട്ടിട്ട് സവാളയൊക്കെ അങ്ങനെ വഴറ്റിയെടുത്തിട്ട് വെക്കുമല്ലോ, അങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് പിന്നെ പയർ ഉപ്പേരി വയ്ക്കണം. ദോശയ്ക്ക് അതുപോലെ സവോളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് മുളക് ഇട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ പരിപ്പ് അടുപ്പത്തേക്ക് വെച്ച് ഇനിയിപ്പോൾ പോയിട്ട് ചായ കുടിച്ച് പതുക്കെ വന്നിട്ട് ബാക്കിയാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ മോള് ചായ എടുത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ പയർ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. വലിയ കൃഷിയൊന്നുമില്ല, ചെറിയ കുറച്ച്, പക്ഷെ നല്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പയറാവുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് പയർ ഉപ്പേരി വയ്ക്കാൻ എടുക്കുന്നത്. ഒറ്റ പ്രാവശ്യം പറിക്കുമ്പോൾ ഇത്രയൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് പറിച്ച് ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് ഒരു ഉപ്പേരിക്ക് ആവുമ്പോൾ അതങ്ങ് എടുക്കും. പിന്നെ അപ്പോൾ അതാ പുറത്തൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് തോർന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് മോൻ എഴുന്നേറ്റപ്പോഴേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പെട്ടെന്ന് അമ്പലത്തിൽ പോയി വരാം. പാചകം ഫുള്ള് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത അമ്പലം, ഒരു 5-10 മിനിറ്റിനകത്ത് അവിടെ എത്തും. അമ്പലത്തിൻ്റെ എന്താ പറയുക, ഒരു പറമ്പ്, ഞങ്ങളെ വീട് കഴിഞ്ഞ് അതിൻ്റെ മുന്നിൽ ഒരു പറമ്പുണ്ട്, അതിൻ്റെ അപ്പുറത്ത് അമ്പലം. പക്ഷെ നടന്നു പോകുമ്പം ആ സൈഡിൽ കൂടെ ഈ പറമ്പ് ചുറ്റി പോകണമെന്നുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് മക്കൾ പോകാൻ റെഡിയായി. ഏട്ടൻ കൊണ്ടാക്കി. പിന്നെ എന്നോട് പറഞ്ഞ് സ്കൂളിലേക്ക് പോയിക്കോ, അവിടെ നല്ല പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായി സ്കൂളിലേക്ക് പോകാൻ നിൽക്കുമ്പം ഇന്നമ്മ വിളിച്ച്, എൻ്റെ അമ്മയുടെ അനിയത്തി കേട്ടോ, വിളിച്ചിട്ട് പറഞ്ഞു വേഗം വാ, അവിടെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ട് കൊണ്ടുപോകാൻ. അപ്പോൾ പിന്നെ വേഗം സ്കൂളിലേക്ക് പോയി.
സ്കൂളിൽ നിന്ന് കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് അവിടെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ആനയൊക്കെ ഞാൻ ഈ ആന ദൂരേന്ന് കണ്ടപ്പം ഒറിജിനലാണെന്നാണ് വിചാരിച്ചത്. ആ ഒരു പാപ്പാൻ്റെ നിപ്പവും ആനയും ഒക്കെ കൂടെ കണ്ടപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല രസം അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും കളിക്കാനൊക്കെ. അങ്ങനെ അതൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അപ്പോഴേക്കും നമ്മുടെ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി റിയാസ് സാറാണ് വന്നത്. ആൾ അപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഞാൻ അവിടെ നിന്നുള്ളൂ. പിന്നെ കുട്ടികളെയൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ വേഗം പോയി നമുക്ക് ചക്കയും വാങ്ങിയെടുക്കണമല്ലോ. അതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് പോയി. അടിപൊളി പരിപാടിയായിരുന്നു. ഈ വർഷത്തെ ജില്ലാതല പ്രവേശനോത്സവം നമ്മുടെ ഇവിടെ പെരിങ്ങളം സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഡാൻസ് പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും കാണാൻ നിന്നില്ല, പെട്ടെന്ന് പോന്നു. സ്കൂൾ തുറന്ന ദിവസത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.